ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു മുട്ടക്കറിയാണ്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് നമ്മളൊരു കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇടുക. ഉലുവ ഒന്ന് നന്നായി പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു സവാള അരിഞ്ഞതാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മളൊരു 10 ചെറിയ ഉള്ളി 2 കഷ്ണാക്കിയിട്ട് അരിഞ്ഞതും ഒരു 4-5 പച്ചമുളക് 2 കഷ്ണാക്കി അരിഞ്ഞതും കൂടി ചേർക്കാം. എന്നിട്ടത് നന്നായിട്ട് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ടൊന്ന് ചതച്ചതാണ് കേട്ടോ. മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതുകൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് തക്കാളി നന്നായിട്ട് വാടി വരട്ടെ നമുക്കൊന്ന്. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്കെല്ലാം കൂടി. ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത് പുളിവെള്ളമാണ് കേട്ടോ. അപ്പോൾ പുളിവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ട് ഒരു 5 ഗ്ലാസ് വെള്ളത്തിൽ പുളി പിഴിഞ്ഞ് ഒഴിച്ചതാണിത്. അപ്പം എന്നിട്ട് ഈ പൊടികളും ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. നമ്മളിപ്പോൾ ഒരു 2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഈ കറി ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. കുറച്ച് നേരം കറി നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിയില ഒന്ന് കട്ട് ചെയ്തിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കറിയൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് കുറച്ച് പുഴുങ്ങിയ മുട്ടയാണ്. അത് 2 പീസാക്കിയിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് എത്ര മുട്ട വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മളിതിൽ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഇടുമ്പോൾ അത് 2 പീസാക്കിയിട്ട് വേണം കേട്ടോ ഇടാൻ. അപ്പോൾ ഈ കറിയിലിടുന്ന മുട്ടയ്ക്ക് ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. മുട്ടയുടെ ഉണ്ണിയിലൊക്കെ നന്നായിട്ട് ഈ പുളിയും എരിവും എല്ലാം പിടിക്കും. അപ്പോൾ കുറച്ച് ഉടഞ്ഞു പോവുകയൊക്കെ ചെയ്യും ഉള്ളിലുള്ളതൊക്കെ. പക്ഷെ എന്നാലും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. എൻ്റെ ഫേവറേറ്റ് കറിയാണ് കേട്ടോ ഇത്. നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേങ്ങ അരച്ചതാണ് കേട്ടോ. ഒരു 1/2 മുറി തേങ്ങ ചിരവിയതും അതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചതാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് തേങ്ങ ചേർത്ത് നന്നായിട്ട് കറിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് തേങ്ങ ചേർത്തതിന് ശേഷം പിന്നെ തിളപ്പിക്കരുത് കേട്ടോ കറി. അപ്പോൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ കറീൻ്റെ ടേസ്റ്റ് പോവും. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പ് കുറവാണ്. അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കുക. നമ്മളിതിൽ 1 ടീസ്പൂൺ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ലാസ്റ്റ് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടിയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ കറിവേപ്പിൻ്റെ ഇലയും മല്ലിയിലയൊക്കെ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മുട്ടക്കറി എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഇതിനിവിടെ ഈ കറിക്ക് മുട്ടപ്പുളി എന്നാണ് പറയാറ്. നല്ല അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. അടിപൊളിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.